സർക്കാരിൽ നിന്ന് കടുത്ത അവഗണന നേരിടുമ്പോഴും സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോഴും കേരളം വളർന്നതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സഭയിൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈനിറയെ സമ്മാനങ്ങളും സർക്കാർ നൽകുന്നു. പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉടൻ നടപ്പാക്കുമെന്നും 3 മാസത്തിനകം റിപ്പോർട്ട് നൽകും. നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കും. DR കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യും. ആദ്യ ഗഡു ഫെബ്രുവരി മാസത്തിൽ തന്നെ നൽകും. രണ്ടാം ഗഡു മാർച്ച് മാസത്തിലെ ശമ്പളത്തിനൊപ്പം നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 1 മുതലാണ് ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറക്കും. ജീവനക്കാരുടെ അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ ഉറപ്പാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വൻ തിരിച്ചടിയാണ് 10 വർഷമായി നീട്ടിക്കൊണ്ടുപോയ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതാണ് ഉറപ്പായ പെൻഷൻ പദ്ധതി. കേന്ദ്ര മാതൃക മഹാരാഷ്ട്ര, ഹരിയാന, ഒഡീഷ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ നേരത്തെ നടപ്പാക്കിയിരുന്നു. കഴിഞ്ഞ മാസം തമിഴ്നാടും പദ്ധതിയിലേക്ക് മാറി. 2013 വരെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനായിരുന്നു. ഇത് വൻ ബാധ്യതയാണെന്ന് കണ്ടാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ കുറഞ്ഞ തുക 5000 രൂപയും പരമാവധി തുക അവസാനത്തെ 10 മാസം വാങ്ങിയ ശമ്പളത്തിന്റെ ശരാശരിയുടെ പകുതിയുമായിരുന്നു. പങ്കാളിത്ത പെൻഷനിൽ കുറഞ്ഞ പെൻഷൻ എന്നൊന്നില്ല. സർവീസ് അനുസരിച്ചാണ് പെൻഷൻ. 455 രൂപ പ്രതിമാസ പെൻഷൻ കിട്ടുന്നവർ വരെയുണ്ടായിരുന്നു. സംസ്ഥാനത്ത് 35 മുതൽ 40 വയസ്സിലാണ് കൂടുതൽ പേരും സർവീസിൽ കയറുന്നത്. 15 മുതൽ 20 വർഷമാകുമ്പോൾ പെൻഷനുമാകും. ഇതാണ് പങ്കാളിത്ത പെൻഷനോട് അതൃപ്തി ഉണ്ടാക്കിയത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാതൃകയിൽ 5000 രൂപ കുറഞ്ഞ പെൻഷനും അവസാന 10 മാസം വാങ്ങിയ ശമ്പളത്തിന്റെ 30 മുതൽ 40% വരെ പെൻഷൻ ഉറപ്പാക്കുന്നതുമാണ് പരിഗണിക്കുന്നത് എന്നാണ് സൂചന. ഗ്രാറ്റുവിറ്റി പങ്കാളിത്ത പെൻഷനേക്കാൾ കുറവും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്കാൾ കൂടുതലുമായിരിക്കും. നിലവിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് 17 ലക്ഷവും പങ്കാളിത്ത പെൻഷനിൽ 25 ലക്ഷവുമാണ് ഗ്രാറ്റുവിറ്റി. നിലവിലുള്ള NPS-ൽ നിന്ന് അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാനുള്ള അവസരമുണ്ടായിരിക്കും. NPS-ൽ തുടരേണ്ടവർക്ക് അത് തുടരാം. ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. അതിനിടെ സംസ്ഥാനത്ത് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യ 5 ദിവസത്തേക്ക് പണരഹിത ചികിത്സ നൽകുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും സൗകര്യമുണ്ടാവും. പദ്ധതിക്കായി 15 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തിലെ 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയും ഏർപ്പെടുത്തി. 15 കോടിയാണ് ഇതിനായി മാറ്റിവെച്ചത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പിന്റെ 1ാം ഘട്ട പദ്ധതി പൂർത്തിയായ വേളയിൽ കൂടുതൽ പാക്കേജുകളും ആശുപത്രികളെയും ഉൾപ്പെടുത്തി മെഡിസിപ്പ് 2.0 പ്രഖ്യാപിക്കുകയാണ് മന്ത്രി. ഫെബ്രുവരി 1 മുതൽ ഈ പദ്ധതി നിലവിൽ വരും. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിരമിച്ചവർക്കുമായ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസിപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ചെലവ് കുറഞ്ഞ വിഹിതം അടയ്ക്കുന്ന തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. താരതമ്യേന ചെറിയ തുകയടച്ച് ചേരാൻ കഴിയുന്ന ഇൻഷുറൻസ് പദ്ധതിക്കായി 50 കോടി രൂപയാണ് വകയിരുത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.